നമ്മളെ ചിരിപ്പിച്ച് പരിപ്പിളക്കുന്ന ഉഗ്രൻ സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് ചുറ്റും ഇത്രയൊക്കെ നടന്നിട്ടും നമ്മൾ അത് കണ്ട് ചിരിച്ചില്ല എങ്കിൽ മോശമല്ലേ? ഈ അമ്മാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് കേക്ക് മുറിക്കുകയാണ്. അമ്മാമ്മയ്ക്ക് കേക്കിനോട് അല്പം കൊതി കൂടുതലുള്ള കൂട്ടത്തിലാണ്. ആർത്തി മൂത്ത് കേക്ക് കടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ പല്ല് കേക്കിലും. അഭിനയ സിംഗം രാജപ്പൻ ചേട്ടൻ എല്ലാവർക്കും മുന്നിൽ എടുത്തു വെച്ചിരിക്കുന്ന ചലഞ്ചാണ് ഇത്. ഇതിനെ വെല്ലുന്ന പെർഫോമൻസിന് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ആദ്യമായി ജിമ്മിൽ പോയതാണ് ഈ കുട്ടാപ്പി. ഹാർഡ് വർക്കിന്റെ പര്യായമാണ് ഇവൻ. മൂക്കാമണ്ട കുത്തി വീണു. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എന്റെ ഖൽബിലെ എന്ന പ്രശസ്തമായ ഗാനം കോളേജിലെ പ്രതികൂല സാഹചര്യത്തിൽ പാടി കാണികളെ കൊണ്ട് കൈയടിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാണികളെ കയ്യിലെടുത്ത ആ മിടുക്കന്റെ തന്റെ ഇടം നമുക്കൊന്ന് കാണാം. എക്സ്ട്രാ റൊമാൻറ്റിക് ഭാര്യ രാവിലെ തന്നെ ചൂടോടുകൂടി ചായ കൊണ്ടുവന്നു. എന്തായാലും ഒറ്റയടിക്ക് കുളിയും പല്ലുവെപ്പും കഴിഞ്ഞു. ചടങ്ങുകളിൽ കാർമികൻ ദീപം നീട്ടുമ്പോൾ എല്ലാവരും ദീപത്തെ വണങ്ങും. എന്നാൽ ഈ ലുട്ടാപ്പി ഊതിക്കെടുത്തി. ഈ കാർമികൻ വധുവിനോടും വരനോടും കൈ കൊടുക്കുവാൻ പറഞ്ഞപ്പോൾ സ്നോ സ്പ്രേ അടിച്ച് കല്യാണം കളറാക്കിയിട്ടുണ്ടെങ്കിലും കല്യാണം നടത്തി കൊടുക്കാൻ വന്ന കാർമികനെ സ്പ്രേ അടിച്ച് കളറാക്കി വിട്ടു. കാർമികൻ അവനെ തേങ്ങയെടുത്ത് എറിയാഞ്ഞത് ഭാഗ്യം. സ്വാമി എണീറ്റ് ഓടി. ബസ്സിന് കൈ കാണിച്ച് നിർത്തിയിട്ട് ഒരു പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. പ്രാങ്ക് 3G ആയിപ്പോയി. എന്തോ അപകടം പിടിച്ച പരിപാടിക്ക് പോകുന്നതിന് മുൻപ് ഒരു ബോർഡ് കണ്ടിട്ട് വായിച്ചു നോക്കുകയാണ്. നിങ്ങളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാൻ തുറന്നു നോക്കൂ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചാൽ അവനോന് കൊള്ളാം. കല്യാണത്തിന്റെ അന്ന് കൂട്ടുകാരുടെ വക ഫ്ലെക്സ് കൊണ്ടൊരു നാറ്റിക്കൽ മഹാമഹമുണ്ട്. പുതിയൊരു ഐറ്റം ഇറക്കിയിരിക്കുകയാണ് ഈ മഹാന്മാർ. കാർഡിൽ സൂക്ഷിച്ചു നോക്കിയാൽ പലതും കാണാം. ആധാർ കാർഡിൽ കൊടുത്ത പണി ശരിക്കും ഏറ്റു. നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർ ഇഷ്ടപ്പെട്ട കറികൾ പൊതിഞ്ഞ് ബാഗിലാക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കറി ലീക്ക് ആകുന്നത് കൊണ്ട് ഒരു ഉഗ്രൻ തന്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താണെന്ന് കാണാം. കറി ലീക്കായാലും കുഴപ്പമില്ല, സ്നഗി ഉണ്ടല്ലോ അത് വലിച്ചെടുക്കാൻ. ഇറച്ചിക്കറി ഫാൻസ് കമന്റ് ബോക്സിൽ ഒന്ന് കൈപൊക്കി കാണിക്കണേ. പ്രാവുകളെ പറ്റിച്ചാൽ പ്രാക്ക് കിട്ടുന്നതൊക്കെ പണ്ട്. ഇപ്പൊ വേറെ ഒരു സാധനമാണ് സപ്ലൈ ചെയ്യുന്നത്. വീട്ടുകാരുടെ മുന്നിലിരുന്ന് ഹെഡ്സെറ്റ് വെച്ച് റൊമാൻറ്റിക് പാട്ടൊക്കെ കേട്ട് ആ വൈബ് പിടിച്ചിരിക്കുന്ന കുറെ കുട്ടൂസന്മാരുണ്ട്. അവരുടെയൊക്കെ യഥാർത്ഥ അവസ്ഥ ഇതായിരിക്കും. പോലെ തുടങ്ങിടവാ
പക്ഷെ അവന്റെ ഉള്ളിൽ അവനൊരു യേശുദാസ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്രിസ്തുമസ് വന്നാൽ എല്ലാ വീട്ടിലും ഒരു ഇലക്ട്രീഷ്യൻ സ്വയമേ രൂപപ്പെടും. അങ്ങനെ അവതാരമെടുത്ത ഒരു മൂർത്തിയാണ് ഈ നിന്ന് ബൾബ് കത്തിക്കുന്നത്. ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന്റെ ഒരു ശിവൻകുട്ടി, ആശാനും ശിഷ്യനും കൂടി ഒരു ചൈനീസ് ഡിഷ് ട്രൈ ചെയ്യുകയാണ്. ഒറ്റയ്ക്ക് വീട് പെയിന്റ് ചെയ്യുകയാണ് ഈ ചേച്ചി. അത് കറുത്ത പാടല്ല, നിഴലാണ് ചേച്ചി. രാത്രിയിൽ കട പൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ജോലിക്കാരന്റെ ക്ലീനിങ്ങിന് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. ഈ മുത്തുവിനാണെങ്കിൽ കുസൃതി അല്പം കൂടുതലാണ്. ഉണ്ടാക്കിയ സാധനം ഒരെണ്ണം ചോദിച്ചപ്പോൾ ചൂടുള്ളത് കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. പണി പാലും വെള്ളത്തിൽ തിരിച്ചു കിട്ടി. ഒരിക്കലും ഒരു കുഴിയിലും പോയി ചാടരുത് എന്ന് വീട്ടുകാരുടെ ഉപദേശവും കേട്ടിട്ട് കൂട്ടുകാരുടെ ഒപ്പം കറങ്ങാൻ വന്ന ലുട്ടാപ്പിയാണ് ഇവൻ. ആസ്ഥാനത്ത് പണി തരുന്ന ചങ്കുകൾ എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും. ഈ കുട്ടാപ്പിയും അതുപോലെയൊരു ചങ്കാണ്. എൻ്റെ തെക്കൻ കേരളത്തിലെ യാത്രയിലാണ് ഞാൻ ഈ വീട്ടമ്മയെ പരിചയപ്പെടുന്നത്. സമൃദ്ധയായ വീട്ടമ്മ, ഐസക് ന്യൂട്ടൻ പോലും അന്താളിച്ചു പോയ കണ്ടുപിടുത്തം. മകൾക്ക് പള്ളിയിൽ പോകണം, ഡ്രസ്സ് തേക്കാൻ കറണ്ടില്ല, നേരെ അടുക്കളയിലേക്ക് വെച്ച് പാഞ്ഞു. തേപ്പൂട്ടിയെടുത്ത് ഗ്യാസിലേക്ക് വെച്ച് മാക്സിമം ഫ്ലെയിമിൽ കത്തിച്ചു. ഭാഗ്യം വയറ് കരിഞ്ഞില്ല. ആവേശം കൂടിപ്പോയ കുട്ടൂസനാണ് ഇവൻ. ഇവൻ ചെയ്തത് എന്തായാലും ശരിയായില്ല. ഗോളി ഓഫ് ദ ഇയർ എന്ന പുരസ്കാരം കിട്ടാൻ ചാൻസ് ഉള്ള ഗോളിയാണ് ഇത്. Portero de clase mundial. പക്ഷെ ആരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഈ മമ്മാലിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. അപ്പൊ ആ സമയത്ത് അപ്പൊ ഇന്റെ വരികളൊക്കെ തെറ്റിപ്പോവാണ്. എത്ര ചെയ്താലും ജോലി തീരുന്നില്ല എന്ന് പരാതി പറയാറുള്ള ചേച്ചി ഒരു എസ്കലേറ്ററിൽ കയറിയപ്പോൾ ഇത് തന്നെ പരാതി. ഇത് എത്ര നടന്നിട്ടും തീരുന്നില്ലല്ലോ ഭഗവാനെ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റു വീഡിയോകൾ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.